റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് രക്തദാതാക്കളുടെ പേരിൽ വൻ തട്ടിപ്പ്. രക്തദാതാക്കൾ എന്നുള്ള വ്യാജേന രോഗികളിൽ നിന്ന് മുൻകൂറായി പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ രക്തം ആവശ്യപ്പെടുന്നവരെ കണ്ടെത്തിയാണ് തട്ടിപ്പ്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ആന്ധ്ര സ്വദേശി സന്ദീപ് റെഡ്ഡിയുടെ പേരിൽ ആന്ധ്രയിലും കേരളത്തിലും കേസുകളുണ്ട്. എറണാകുളം അമൃത ആശുപത്രിയിലെ രോഗിയും തട്ടിപ്പിന് ഇരയായിട്ടുമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ രക്തം ആവശ്യപ്പെട്ട് വിളിക്കുന്ന ആളുകൾക്ക് ചതി പറ്റുന്നുണ്ട്. കാരണം അവരുടെ ഇന്ന് പൈസകൾ വാങ്ങുന്നുണ്ട്. വലിയ തുകയാണ് ഫ്രോഡായിട്ടുള്ള ആളുകൾ വാങ്ങുന്നത്. അത് സോഷ്യൽ മീഡിയയിലും പബ്ലിക് വെബ്സൈറ്റിലൊക്കെ ബ്ലഡ് റിക്വസ്റ്റുകൾ വരുമ്പോൾ അവരെ വിളിച്ചിട്ട് ഇവർ വലിയൊരു തുക ആവശ്യപ്പെട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവർ കൊടുക്കുന്നു. കാരണം നിർദ്ധരായ രോഗികളാണ്. അവർക്ക് പല സോഴ്സുകൾ അവർ നോക്കും. കിട്ടാണ്ട് വരുമ്പോഴേ ഇങ്ങനെ വരുന്ന ആളുകളെ വിളിക്കുമ്പോൾ ഒരു വലിയ തുക ചോദിക്കും, അത് കൊടുക്കും. വലിയ തുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഫുഡ് എന്നുള്ള രീതിയിലാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവരത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഇവരെ കാണാതെ വരുമ്പോഴാണ് ഇത് തിരിച്ചു വിളിക്കും. അപ്പോൾ അത് അവിടെ ഒരു ഫ്രോഡ് നടന്നതായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. റാംഷാ CP ഉണ്ട് വിവരങ്ങൾ നൽകാൻ. റാംഷാ, ഈ രക്തദാനം മഹാദാനം, നമ്മളെല്ലാവരും മറ്റൊരു വ്യക്തിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ രക്തം കൊടുക്കാൻ സന്നദ്ധരായി പോകുന്നവരാണ്. പക്ഷേ ഈ രക്തദാനത്തിന്റെ പേരിൽ പോലും ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എങ്ങനെയായിരുന്നു ഈ ഒരു തട്ടിപ്പിന്റെ രീതി? ഇപ്പോൾ പിടിയിലായ വ്യക്തികളെ കൂടാതെ കൂടുതൽ ആളുകൾ ഈ സംഘത്തിലുണ്ടോ? ഷിഹാസ്, രക്തദാനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ കേരളത്തിലും സജീവമാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയ വഴി രക്തം ആവശ്യപ്പെട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. രക്തം നൽകാൻ തയ്യാറായ വിദ്യാർത്ഥികളാണെന്ന പേരിലാണ് ഇവർ ഫോൺ വഴി ഇത്തരം ആവശ്യക്കാരെ സമീപിക്കുന്നത്. ഇതിനുശേഷം ടാക്സി കൂലി എന്ന പേരിൽ ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകാൻ ആവശ്യപ്പെടും. ഇങ്ങനെ പണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവരെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. അപ്പോഴാണ് ഈ പണം അയച്ചു നൽകിയവർ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരം സംഘങ്ങൾ സജീവമായി കേരളത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്ദീപ് റെഡ്ഡി എന്നയാളാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇയാളുടെ ശൃംഖല കേരളത്തിലും സജീവമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത്തരം സംഘങ്ങളെ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ശരി റാംഷാ, ഈ രക്തദാനം പോലെയുള്ള മഹത്തായ പ്രവൃത്തികളുടെ പോലും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക.